ഒരു യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതും ഇതുപോലെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ ചാനൽ തന്നെയാണ്. നിങ്ങൾ അതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് വരിക. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇനി ഭാവിയിൽ നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനൽ അതൊരു ചാനലായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുനടക്കുന്നതാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പം വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനലിലൂടെ എങ്ങനെ ഇതൊക്കെ ലൈവായിട്ട് കാണാൻ സാധിക്കും എന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആ ഒരു സൈറ്റ് മുകളിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇടതുവശത്ത് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാരുടെ തല പോലെ കാണുന്നതിൻ്റെ തൊട്ട് മുകളിൽ കണ്ട ഒരു ഐക്കൺ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് അനാലിറ്റിക്സിൻ്റെ ഐക്കണാണ്. അപ്പോൾ ചാനൽ അനാലിറ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സി ലൈവ് കൗണ്ട് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ചാനലിൽ ലൈവായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതും. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, നമുക്ക് നോക്കാം. ഇവിടെ 121 നിന്ന് 122 ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ലൈവായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടറിലോ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി ലാപ്ടോപ്പിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടെലിവിഷനിലും നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട്, അതായത് മൊബൈൽ കണക്ട് ചെയ്യാമല്ലോ ടെലിവിഷനിൽ, അങ്ങനെ കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് മൊബൈലിൽ തന്നെ ഇതുപോലെ ക്രോം ബ്രൗസറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ചാനൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും തന്നെ ഇതുപോലെയാണ് ലൈവായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും കുറയുന്നതും കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.